അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, നമ്മുടെ ജാമിയ വഹബിയയുടെ കാര്യം ഉണർത്തുന്നതിന് വേണ്ടിയാണ് അഭിമുഖീകരിക്കുന്നത്. വർഷാന്തം റമളാൻ ആസന്നമാകുമ്പോൾ പതിവുള്ളതാണിത്. ജാമിയ വഹബിയ 60 വർഷം പൂർത്തിയായി. അതിൻ്റെ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിലാണ്. ഒരു വർഷത്തെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതതിൻ്റെ മുറക്ക് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ജാമിയ വഹബിയ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുപോലെ റമളാനിലെ ഒരു വഅദും ആ വഅദിലെ വരുമാനവും ധനശേഖരണവും മാത്രമാണ് ഇതിൻ്റെ നിലനിൽപ്പിന് ആധാരം. ആരംഭം മുതൽ ഇന്ന് വരെയും അങ്ങനെയാണ്. ഓരോ കാലത്തും അക്കാലത്തിന് അനുയോജ്യമായ വിധം ചെലവിന് വേണ്ട വരവ് നമുക്ക് ഈ വഅദിൽ നിന്ന് ലഭിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു ദശകത്തിനപ്പുറം ഇമാം റാസി അക്കാദമി കൂടി ജാമിയ വഹബിയയുടെ മാനേജ്മെന്റിന് കീഴിൽ തന്നെ വഹബിയയുടെ കാമ്പസിൽ ആരംഭിച്ച ഇടം മുതൽ വർദ്ധിച്ച അളവിലാണ് സ്ഥാപനത്തിൻ്റെ ചെലവ്. ജാമിയയിലെയും അക്കാദമിയിലെയും 200-ൽ പരം വിദ്യാർത്ഥികളുടെ ഭക്ഷണ താമസ ചെലവുകളും ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും ഇന്നത്തെ രൂപത്തിൽ നിരൂപിക്കാമല്ലോ. മാസാന്തം 5-6 ലക്ഷം രൂപ സ്ഥിരമായി നമ്മുടെ സ്ഥാപനത്തിന് ചെലവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതത്രയും റമളാനിൽ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നടക്കുകയും നടന്നു പോരുകയും ചെയ്യുന്നത്. ഒരു റിസീവറോ മറ്റേതെങ്കിലും പിരിവുകളോ ഇല്ലാത്ത നമ്മുടെ സ്ഥാപനം റമളാനിൽ ലഭ്യമാകുന്ന ഉദാരമതികളുടെ ഈ സഹായങ്ങൾ കൊണ്ട് തന്നെ നിലനിന്നു വരുന്നത് അത്ഭുതകരമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും ഇതിൻ്റെ സ്ഥാപകരായ ബഹുവന്യ ശൈഖുന താജുൽ ഉലമാ അവറുകളുടെ ബറക്കത്തുമാണ് ഇതിന് ആധാരം. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഇനിയും ഇത് മുന്നോട്ട് പോകും. പരിശുദ്ധ റമളാനിൽ വിവിധ വാട്സാപ്പ് കൂട്ടായ്മകളും ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളായ വഹബികളുടെ മൗഹിബയുടെയും അഹിബ മൗലാന എന്ന പേരിലുള്ള നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും വിവിധ SYF ജില്ലാ കമ്മിറ്റികൾ, ശാഖാ കമ്മിറ്റികൾ തുടങ്ങിയുള്ളവയുടെയും ചില ഫാമിലി കൂട്ടായ്മകളുടെയും ഒക്കെ സംഖ്യകൾ പരിശുദ്ധ റമളാനിൽ വരുന്നതിനോടൊപ്പം സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയുള്ള GCCയിലെ നമ്മുടെ പ്രവാസികളായ സഹോദരന്മാരുടെ കൂട്ടായ്മ ICSൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സമാഹരണവും ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷവും ഇതുതന്നെയാണ് പ്രതീക്ഷ. നിങ്ങൾക്കറിയാവുന്ന പോലെ വർഷാന്തം ചെലവുകൾ കൂടി വരികയാണ്. വിദ്യാർത്ഥികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഇതിനെല്ലാമുള്ള സംഖ്യകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തിലും അത് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അള്ളാഹു മുന്തിയ ജസാ നൽകട്ടെ. വിശേഷിച്ച് ഈ സ്ഥാപനത്തിൻ്റെ സന്തതികൾ, ഒരു സ്ഥാപനത്തിൻ്റെ സന്തതികൾ ആ സ്ഥാപനത്തെ സഹായിക്കുക, സാമ്പത്തികമായി സഹായിക്കേണ്ടി വരിക എന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു നിലയാണ്. ഈ സ്ഥാപനത്തിൻ്റെ സന്തതികൾക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. അവരുടെ ജീവിതത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും
അതിൻ്റെ ബറക്കത്ത് നിലനിൽക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഈ റമദാനിലും നടന്നു വരുന്ന വഅദ് 27-ാം രാവിൻ്റെ മുൻപും പിൻപുമായുള്ള ഏതാനും ദിവസങ്ങൾ വഅദുകൾ നടക്കുകയും 27-ാം രാവിന് പരമ്പരാഗതമായി നടന്നു വരുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ സംഗമം ഈ വർഷവും നടത്തുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അന്നത്തെ രാവിലെ ദുആയിൽ പങ്കെടുക്കുന്നതിനും പ്രത്യേകിച്ചും പരമ്പരാഗതമായി ഈ സ്ഥാപനത്തെ സ്നേഹിച്ച് വരുന്നവർക്കും സഹായിക്കുന്നവർക്കും മൊത്തമായി നടത്തുന്ന പ്രാർത്ഥനകളിൽ എല്ലാവർക്കും പങ്ക് ലഭിക്കുന്നതിനും ഈ വർഷവും എല്ലാവരും ഉത്സാഹിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. മൗഹിബ, അഹിബ, മൗലാന, SYF-ൻ്റെ കൂട്ടായ്മകൾ, ICS-ൻ്റെ കൂട്ടായ്മകൾ ഇതെല്ലാം ഇക്കാര്യത്തിൽ ഉത്സാഹിക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയിൽ ജിദ്ദ ആസ്ഥാനമാക്കി സൗദി നാഷണൽ കമ്മിറ്റിയുടെയും ജിദ്ദ കമ്മിറ്റിയുടെയും ഒരു സംഘവും അതോടൊപ്പം പ്രിയപ്പെട്ട മഹ്മൂദ്, അബ്ദുൽ അസീസ് തുടങ്ങിയിട്ടുള്ള സഹോദരങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു ഗ്രൂപ്പും സൗദി അറേബ്യയിലും UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത് തുടങ്ങിയിട്ടുള്ള GCC-യിലെ എല്ലാ ICS നാഷണൽ കമ്മിറ്റികളും ഇക്കാര്യത്തിൽ ഉത്സാഹിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു, അറിയിക്കുന്നു, അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ സ്ഥാപനത്തിൻ്റെ ബാനിയായ മഹാനായ ശൈഖുനാ അവറുകളുടെ ബറക്കത്ത് കൊണ്ട്, ഈ സ്ഥാപനം വിതരണം ചെയ്യുന്ന ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹം നൽകട്ടെ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് എല്ലാവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ഒരു വർഷം ചെയ്യുന്ന ആ സേവനം മൊത്തം ഒരു വർഷത്തെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കുമുള്ള ബറക്കത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസരിപ്പിക്കട്ടെ, വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് നിങ്ങളെല്ലാവരോടും പ്രത്യേകമായി സഹായം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.